നാളത്തെ പ്രൊമോ വന്നിരിക്കുകയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 നാളത്തെ പ്രൊമോയിൽ വൻ അടിയാണ്. ഇത്രയും ദിവസം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഈസി ടാർഗറ്റുകൾക്കെതിരെ പോവുക, ഫീമെയിൽ കണ്ടസ്റ്റൻസിനെ ഗ്രൂപ്പായിട്ട് ടാർഗറ്റ് ചെയ്യുക, അമ്മാതിരി ഊള ഗെയിമൊക്കെ അവസാനിപ്പിച്ച് തങ്ങളിൽ അങ്ങോട്ട് ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിക്കുന്ന നിലയിലേക്ക് മെയിൽ കണ്ടസ്റ്റൻസ് മാറണമെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പ്രേക്ഷകരെല്ലാം തന്നെ. ആ നിലയിലേക്കൊരു മാറ്റം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ അക്ബർ ഖാനും ഷാനവാസും തമ്മിലുള്ള ഫൈറ്റിന് നാളെ തുടക്കമാവുകയാണ്. രുദ്രനൊക്കെ അങ്ങ് സീരിയലിൽ മതി എന്നുള്ള കൗണ്ടറോട് കൂടിയിട്ടാണ് ആ ഫൈറ്റ് പ്രൊമോയിൽ കാണിക്കുന്നത്. ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള രണ്ട് കണ്ടസ്റ്റൻസ് ആണ്. ഷാനവാസ് ആണെങ്കിലും അക്ബർ ആണെങ്കിലും രണ്ടുപേരും തമ്മിൽ പരസ്പരം ഫൈറ്റ് ചെയ്ത് ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ല രസകരമായ ഒരു കാര്യം തന്നെയായിരിക്കും. അതുപോലെ തന്നെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വഴക്കിടുന്നതൊക്കെ അവസാനിപ്പിച്ച് നമ്മുടെ അപ്പാനി ശരത്തും അതുപോലെ അനീഷും തമ്മിലുള്ള ഒരു വലിയ ഫൈറ്റ് നമുക്ക് നാളെ കാണാൻ കഴിയും. അതിന് കാരണമാവുന്ന സംഭവങ്ങൾ ഇന്ന് തന്നെയാണ് നടക്കുന്നത്. ഇന്നെന്ന് പറയുമ്പോൾ പുലർച്ചെ ഒരു 4 മണി 5 മണി ടൈമിൽ അപ്പാനിയും അക്ബറും ഒക്കെ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് എനിക്കിവിടെ കിടന്നുറങ്ങണമെന്ന് പറഞ്ഞിട്ട് അനീഷ് കയറി റൈസ് ആവുന്നുണ്ട്. സാധാരണ നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു ദേഷ്യവും വാക്കുകളുമൊക്കെയാണ് അനീഷ് ഉപയോഗിച്ചത്. അപ്പാനിയും തിരിച്ച് അതുപോലെ തന്നെ ആ സമയത്ത് റൈസ് ആവുന്നുണ്ട്. മിണ്ടാതെ കിടന്ന് ഉറങ്ങട എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അതിന്റെ തുടർച്ചയാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒരു തുടർച്ചയായിട്ട് ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ ഫൈറ്റിന്റെ തുടക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പാനിയും അനീഷും തമ്മിലുള്ള ഫൈറ്റ് തീർച്ചയായിട്ടും ഇനിയും തുടർന്ന് അങ്ങോട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ ഷാനവാസും അക്ബറും തമ്മിലുള്ള ഫൈറ്റും ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് സാധ്യത. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.